ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർക്കും ഒക്കെ വേണ്ടിയുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം അത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതൊന്നും അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. തുടക്കം തന്നെ അറിയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ പയ്യെയാണ് അത് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പഠിക്കുവാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുന്നോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമത്തെ കാര്യമാണ് ജെൻഡർ സിസ്റ്റം. അതായത് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ഓരോ നൗണിനും ജെൻഡറുണ്ട്. അതനുസരിച്ചായിരിക്കും നമുക്ക് ആർട്ടിക്കിൾ വരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഓരോ നൗൺസിനും ജെൻഡറുണ്ട്. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ നൗൺസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത്. അതായത് ദർ, ദി, ദസ്, കൺഫ്യൂഷൻസ്, അത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ നമ്മൾ പഠിക്കുമ്പം നൗൺസിൻ്റെ കൂടെയുള്ള അതായത് ആർട്ടിക്കിൾസ് പഠിച്ചു പോവുക. കാരണം ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ തന്നെയും തുടക്കത്തിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കുഴപ്പമില്ല, എല്ലാവർക്കും അറിയില്ല എന്ന് നമ്മുടെ ട്യൂട്ടറൊക്കെ ചിലപ്പോൾ പറയും. അതിൻ്റെ ഒരു ഇതിൽ നമ്മളും അത് തുടക്കം തൊട്ടേ നമ്മൾ പരിശ്രമിക്കത്തില്ല. തുടക്കം തൊട്ടേ നമ്മളത് പഠിക്കുക, ജസ്റ്റ് ആ വൊക്കാബ് മാത്രം പഠിച്ചു പോകും. അവസാനം ഒരു A2 കഴിഞ്ഞ് B1 പകുതിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആർട്ടിക്കിൾ പഠിക്കണമായിരുന്നു, ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. തുടക്കം തന്നെ നമ്മൾ നൗണിൻ്റെ കൂടെ തന്നെ നമ്മൾ ആർട്ടിക്കിളും പഠിച്ച് പോവുക. ഓക്കെ, അപ്പം എപ്പോഴും എളുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫ്ലാഷ് കാർഡ് മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പുതിയ വൊക്കാബ് കിട്ടുവാണെങ്കിൽ അതിലെ നൗൺസൊക്കെ നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അറിയാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം വരുന്നത്. രണ്ടാമത്തെ കാര്യമാണ് നൗൺസ് ക്യാപിറ്റലൈസേഷൻ. നൗൺസ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വലിയ അക്ഷരങ്ങളിൽ തന്നെ ആയിരിക്കും. അതായത് നൗൺസൊക്കെ വലിയ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയായിരിക്കും നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത്. ഇംഗ്ലീഷ് പോലെ അല്ല. ഓക്കെ, നൗൺസിന് എപ്പോഴും ഒരു ആർട്ടിക്കിൾ കാണും. അതുപോലെ തന്നെ നൗൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിഷ് എന്ന് പറയുന്നത് ടേബിൾ, ഫ്രൗ എന്ന് പറഞ്ഞാൽ വുമൺ അല്ലെങ്കിൽ ഫീമെയിൽ, മൺ എന്ന് പറഞ്ഞാൽ മാൻ അല്ലെങ്കിൽ മെൻ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നൗൺസ് ആണ്. ഇതിനൊക്കെ ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ എഴുതാഞ്ഞത് ഈ നൗൺസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിവിടെ നൗൺസ് മാത്രമായിട്ട് എഴുതിയത്. അതായത് അതിൻ്റെ ആർട്ടിക്കിൾ ആഡ് ചെയ്യാതിരുന്നത്. അടുത്തതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ പോയിന്റ് വരുന്നതാണ് വെർബ് പൊസിഷൻ റൂൾസ്. അതായത് നമ്മുടെ ഒരു സെൻറ്റൻസ് എഴുതുമ്പം ആ സെൻറ്റൻസിന് വെർബ് വെക്കാനല്ല, വെർബിൻ്റെ പൊസിഷന് ഓരോ റൂൾസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ ആ സെൻറ്റൻസിൽ വെർബ് എപ്പോഴും കോൺസ്റ്റൻ്റ്, അതായത് സെക്കൻഡ് പൊസിഷനിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് എല്ലാ കേസിലും അതുപോലെ ആവിയല്ല. ഒരു സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് വരുന്നുണ്ടെങ്കിൽ, ആ സെൻറ്റൻസിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു വെർബ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റോടൊപ്പം തന്നെ വേറൊരു വെർബ് കൂടെ വരും. അതായത് 2 വെർബ് നമ്മളവിടെ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുക. ഓരോ കേസ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ജർമ്മൻ ഭയങ്കര ഒരു പസിൽ പോലെ ആണ്. അപ്പം മനസ്സിലാക്കി തന്നെ എല്ലാം ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, സ്കേയെ ഹോയിറ്റെ ഇൻ സ്കീനോ, അത് സാധാ ഒരു സെൻറ്റൻസ്. അതിൻ്റെ ആ സെൻറ്റൻസ് തന്നെ നമ്മൾ ആ ഹെൽപ്പിംഗ് വെർബ്, അതായത് മൊഡാൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെൽപ്പിംഗ് വെർബായിട്ട് വരും. മൊഡാൽ വെർബ് ആഡ് ചെയ്ത് വരുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. മോയിറ്റെ ഹോയിറ്റെ ഇൻ സ്കീനോ ഗയൻ. ഹെൽപ്പിംഗ് വെർബായത് സെക്കൻഡ് പൊസിഷനിൽ പോകും.
നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ സാധാരണ എഴുതിക്കൊണ്ടിരുന്ന വെർബ് ആമൻഡയിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ പോകും. അങ്ങനെയും പോകും. അതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തതാണ് കേസ് സിസ്റ്റം. നാലാമത്തെ ഒരു കാര്യം കേസ് സിസ്റ്റം. അതായത് നമ്മുടെ ജർമ്മൻ സെൻറ്റൻസിൽ പല കേസുകളാണ് പഠിക്കുന്നത്. അതായത് നൊമിനാറ്റീവ് കേസ്, അക്യൂസാറ്റീവ് കേസ്, ദാറ്റീവ്, ഗനറ്റീവ്, അങ്ങനെ കേസുകളുണ്ട്. ഓരോ കേസിനും അതനുസരിച്ചാണ് സെൻറ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും കൺഫ്യൂസ് ആവുന്ന ഒരു സെക്ഷനാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഓരോ കേസിൻ്റെ രീതിയിൽ നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ കേസിനും അതിൻ്റെതായ ഒരു ഹിൻറ്റ് ഉണ്ട്. അപ്പം നൊമിനാറ്റീവ് കേസ് എടുത്തു കഴിഞ്ഞാൽ നൊമിനാറ്റീവിനെ നമ്മൾ എപ്പോഴും അതൊരു പോയിൻ്റ് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സബ്ജക്റ്റിനെയാണ്. അതുപോലെ അക്യൂസാറ്റീവിന് നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ആ അക്യൂസാറ്റീവ് എന്ന് പോയിൻ്റ് ചെയ്യുന്നത്. ഡാറ്റീവ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഗനറ്റീവ് ആണെങ്കിൽ പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം, അങ്ങനെ ഒരു രീതിയാണ് ഗനറ്റീവിന് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ജർമ്മൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ഈ ഒരു 4 രീതിയിലും കേസുകൾ, മെയിനായിട്ട് ഈ 4 രീതിയിലും കേസുകൾ വരുന്നുണ്ട്. അപ്പം അതും എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു കാര്യമാണ് 5ാമത്തെ പോയിൻ്റാണ് സെൻറ്റൻസ് സ്ട്രക്ചർ ഈസ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് രീതിയല്ല ജർമ്മൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. നമ്മൾ തുടക്കം തന്നെ ചെയ്യുന്നൊരു തെറ്റാണ്. ഇംഗ്ലീഷ് സെൻറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അതേ രീതി തന്നെ നമ്മൾ ആ ജർമ്മനെ കൺവേർട്ട് ചെയ്യും. അത് തെറ്റാണ്, ആ രീതിയിലല്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ വരുന്നൊരു മിസ്റ്റേക്കാണ് എല്ലാം ഇംഗ്ലീഷ് അനുസരിച്ച് തന്നെ മനസ്സിലാക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതിയിട്ട് ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ജർമ്മൻ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഇംഗ്ലീഷായിട്ട് കമ്പയർ ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവർ കയറി കാണുക. ഓക്കെ, അടുത്ത പോയിൻ്റാണ് 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പ്രൊനൗൺസിയേഷൻ റൂൾ. അതായത് ജർമ്മൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി, അതിനൊക്കെ ഓരോ റൂൾസും ഉണ്ട്. അപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ എനിക്ക് അറിയത്തില്ല, ഇംഗ്ലീഷ് രീതിയിലേക്കൊക്കെ തന്നെ വരുമായിരുന്നു ജർമ്മൻ്റെ പ്രൊനൗൺസിയേഷൻ. അതായത് മറ്റേ ABCD നമ്മൾ ആബേസേരെ അത് വരുന്നത് മിക്സായി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ ആ ഒരു ABCD തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത്. അതാണ് മസ്റ്റായിട്ട് അറിയേണ്ടത്. ഏത് ബിഗിനേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ആ ABCD മാത്രം നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഒരു സ്പെഷ്യൽ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ, ഇ, ഔ, അങ്ങനത്തെ അങ്ങനത്തെ കുറച്ചൊരു 4-5 എക്സ്ട്രാ ഒരു ആൽഫബറ്റല്ല, നമ്മുടെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു വേർഡ് പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൂടെ എക്സ്ട്രാ തുടക്കം തന്നെ ആഡ് ചെയ്തിട്ട് പഠിക്കുക. അപ്പം അതൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ തുടക്കം തന്നെ ഈ ഒരു കാര്യം തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. നമ്മൾ അവിടെ അത് സെറ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ആ കാര്യം പേടിക്കണ്ട. പിന്നെ എന്നും റീഡ് ചെയ്താൽ മാത്രം മതി. റീഡ് ചെയ്യുക, ലിസണിങ്, നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുക. അതിലൂടെയൊക്കെ കുറേയൊക്കെ നമുക്ക് പ്രൊനൗൺസിയേഷൻ നല്ലപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സൗണ്ട്. അതായത് ജർമ്മൻ സൗണ്ട് ലൈക്ക് CHനെയൊക്കെ നമ്മൾ ഖ എന്നും പറയും, ഷ് എന്നും പറയും. ഇസഡിനെ നമ്മൾ സ് എന്നും പറയും, സ് എന്നൊരു, അല്ലാണ്ട് TS എന്നും പറയും. അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐ, ഇ, ഐ. ഓക്കെ, അങ്ങനെ. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കയറി കാണുക കാണാത്തവർ. ഓക്കെ, അടുത്ത പോയിൻ്റാണ് 7ാമത്തെ. ജർമ്മൻ ലേണേഴ്സ് നീഡ് പേഷ്യൻസ് നോട്ട് സ്പീഡ്. അതായത്
ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു 6, 7 അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഒരു കാലാവധി കൊണ്ട് അല്ലെങ്കിൽ ഒരു 8 മാസം, ഒരു വർഷം എന്ന് പറയുന്ന ഒരു കാലാവധി, അത് ജസ്റ്റ് അവരുടെ നമ്മുടെ ആ ജർമ്മൻ ലാംഗ്വേജിൽ ഗ്രാമാറ്റിക് തീർക്കുന്നതിൻ്റെ ഒരു ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു സമയമാണ് അവർ പറയുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ജർമ്മൻ പഠിക്കാമെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കത് മൊത്തവും ജർമ്മൻ പഠിച്ചെടുക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ഒരിക്കലും നടക്കത്തില്ല. കാരണം നമുക്കൊരിക്കലും ഫാസ്റ്റായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുകയില്ല. ഈ ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടഫാണ്. എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് നമ്മളെപ്പോഴും നമ്മളൊരു സാവകാശം കൊടുത്ത് പഠിച്ചാൽ മതി. എന്തിനും നമ്മളൊരു ടൈം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും നമുക്ക് ഉള്ള ഒരു ടൈം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 8 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം എന്നൊരിതാണ്, അത് നമുക്കൊട്ടും പറ്റില്ല. ജസ്റ്റ് ബേസിക് ഒക്കെ പഠിച്ച് വരത്തുള്ളൂ. നമ്മൾ ഫുള്ള് B2 കവർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ആ നല്ല ലെവൽ, ഭയങ്കര കോൺഫിഡൻസോടുകൂടി എത്തുകയില്ല. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ബിൽഡപ്പ് ആവും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അടുത്ത പോയിൻ്റാണ് 8ാമത്തെ. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഏർലി, ഡോണ്ട് വെയിറ്റ് ടിൽ B2 B1 ലെവൽ. ഓക്കെ, എനിക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയൊരു സംഭവമാണിത്. കാരണം ഞാൻ A1 ഒക്കെ ആയപ്പോഴും ഞാൻ സ്പീക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അതിന് ഞാൻ തുടങ്ങുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. B1 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ സ്പീക്ക് ചെയ്യാനായിരുന്നു. ആ ചെറിയ ലെവൽ തൊട്ട്, അതായത് A1 ലെവൽ തൊട്ടേ ഞാൻ ആ ചെറിയ സെൻറ്റൻസ് മേക്ക് ചെയ്ത് പഠിക്കണമായിരുന്നു എന്നൊക്കെ ഒരു ബോധം വന്നത് എനിക്ക് B1 B2 ആയപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് വളരെ തെറ്റായ കാര്യമാണ്. നമ്മളെപ്പോഴും തുടക്കത്തിൽ തന്നെ പഠിച്ചു പോകുക, എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഒരു B1 ലെവലാകുമ്പോൾ ആ B1 ലെവലിൽ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി വരത്തുള്ളൂ, സ്റ്റേബിളായി തന്നെ പോകുകയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ പറയുന്നത്. കാരണം എനിക്ക് B1 ആയിട്ടും ഞാൻ A1 ലെവലിൻ്റെ പകുതി ആയുള്ളൂ, അല്ലെങ്കിൽ A1 സെൻറ്റൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബിൽഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് സ്പീക്കിംഗ് ഇല്ല. ഞാൻ വേറൊരാളുമായിട്ട് സംസാരിക്കുന്നില്ല, കാരണം എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല. അതാണ് പറ്റുന്നത്. നമ്മൾ കോൺഫിഡൻസ് ഇല്ല, പറയാതെ കോൺഫിഡൻസ് ഇല്ല, തെറ്റിപ്പോകും എന്നുള്ള ഭയം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ A1 A2 ഒക്കെ ബിഗിനിങ് അല്ലേ എന്നോർത്ത് നമ്മൾ സംസാരിക്കാതെ ഇരുന്ന് B1 B2 ആകുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കും, നേരത്തെ സംസാരിക്കേണ്ടതാണ് എന്ന രീതിക്കാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പുറകോട്ട് നിൽക്കരുത്. എന്ത് കാര്യവും നമ്മൾ തുടക്കം തന്നെ തെറ്റിക്കോട്ടെ, തുടക്കം തന്നെ പ്രാക്ടീസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡെയിലി റൊട്ടീൻ. അത് വളരെ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഡെയിലി റൊട്ടീൻ. നമ്മൾ കുറേ ഒന്നും വേണ്ട, സെയിം കാര്യങ്ങൾ തന്നെ നമ്മളെന്നും ഡെയിലി ചെയ്യുന്നത്. ഡെയിലി റൊട്ടീൻ സെയിം അല്ലേ, പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ആ സെയിം സംഭവം തന്നെ നമ്മൾ ഡെയിലി നമ്മൾ മിററിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. അതൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അടുത്തതാണ് 9ാമത്തെ കാര്യം. യൂസ് ജർമ്മൻ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ, ഡെയിലി ലൈഫിൽ ജർമ്മൻ യൂസ് ചെയ്യുക. അതായത് നമ്മൾ മലയാളം പറയുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴത്തേന് സോറി പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുക, എൻജോയ് അല്ലെങ്കിൽ ചുറ്റുമല്ലായത്. അത് നമ്മളെ വെളിയിലുള്ളതും ഫാമിലിയോടും ഒക്കെ പറയാം, അങ്ങനെയല്ല പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആണെങ്കിലും അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ രീതി ആദ്യമൊക്കെ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ രീതിയിൽ നമുക്കൊരിത് വരുമെങ്കിലും, പക്ഷേ പിന്നീട് അത് നമുക്ക് തന്നെ ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അപ്പോഴും നീ പഠിക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ആ ഒരു മൈൻഡ് വരും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മുടെ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും. അന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിന്നിവിടെ ഈ കാര്യം പറയാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ആ ഒരു വൊക്കാബ് ഓർമ്മ വന്നത് എന്നൊരു മെമ്മറി നമുക്ക് അന്നേരം വരും. ആ രീതി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ലേബൽ ചെയ്ത് വെക്കുക. ലേബൽ തിങ്സ് അല്ലെങ്കിൽ തിങ്കിങ് ഇൻ ജർമ്മൻ. ലേബൽ ചെയ്ത് വെക്കുക. ഒരു ഫോട്ടോ ഒക്കെ കൊണ്ടുപോയി വെക്കുക. ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഫോട്ടോ ലേബൽ ചെന്ന് വെക്കുക. അതിൻ്റെ ആർട്ടിക്കിൾ, അതിൻ്റെ ജർമ്മൻ മീനിങ്ങും എങ്ങനെയാണെന്ന് മെമ്മറൈസ് ചെയ്യുക. അത് ഡെയിലി അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ വൊക്കാബ് ഇമ്പ്രൂവ് ചെയ്യാം, സെൻറ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ കോൺഫിഡൻസ് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിൻ്റാണ് മിസ്റ്റേക്സ് ആർ ഗുഡ്.
ഗ്രാമർ പെർഫെക്ഷൻ അല്ല ഗോളായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മളെല്ലാം മിസ്റ്റേക്ക് വരുമല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മൾ സ്പീക്ക് ചെയ്യാത്തത്. അല്ലെങ്കിൽ വേറെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ആണെങ്കിലും നമ്മളൊരു പേടിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് തന്നെ കുറയുന്നത് എനിക്ക് തെറ്റുമല്ലോ, എനിക്ക് അവർ പറയുന്ന അത്രയും പോലും പറ്റത്തില്ലല്ലോ, അല്ല അവരുടെ അത്രയും പോലും എനിക്ക് ആ ഒരു രീതിക്ക് പോലും എനിക്ക് വൊക്കാബില്ല, അല്ലെ യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നൊരു ചിന്ത കാരണം നമ്മളിങ്ങനെ പറയാതിരിക്കും. പറയാം, എക്സാം ടൈം നമുക്ക് എന്തായാലും പറയാനല്ലോ, അപ്പോൾ പറയാം എന്നൊക്കെ ഒരു രീതി ചിലപ്പോൾ ഒക്കെ ഇരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ എന്താ പറയാതിരുന്ന് നമുക്ക് പേടിയാവും, ഒന്നുകൂടെ പേടിയാവും. കാരണം നമ്മൾ സ്പീക്ക് ചെയ്യാതെ നമ്മുടെ ആ ലെവൽ എങ്ങനെ ഇമ്പ്രൂവ് ആകുന്നില്ല. അങ്ങനെ നമ്മൾ പേടിച്ചിരിക്കും. അപ്പം അങ്ങനെ ചെയ്യരുത്. അല്ലാണ്ട് നമുക്ക് തെറ്റിയാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. തെറ്റ് വന്നോട്ടെ, തെറ്റെന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെ ചിലപ്പോൾ പറയും, എടി നീ നല്ലതായിട്ട് പറയുന്നുണ്ട്, തെറ്റുന്നുണ്ടെങ്കിലും സാരമില്ല, നിനക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റിയാണ് നമ്മൾ നല്ലപോലെ പഠിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹിന്ദി തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ ഹിന്ദി പഠിച്ച്, എന്നിട്ടും നമുക്ക് അത്രയ്ക്കും അറിയത്തില്ല. അത്രയും വർഷങ്ങളായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ സബ്ജക്റ്റായിട്ട് ആഡായിട്ട് ഉള്ളതാണ്. എന്നിട്ടും നമുക്ക് അത്രയ്ക്കും പറയാൻ അറിയില്ല. പക്ഷേ ആ ഒരു ഇതിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ലാംഗ്വേജ് നമ്മൾ വെറും ഒരു വർഷം അല്ലെ 8 മാസം കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് ഇച്ചിരിയെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു ഇമ്പ്രൂവ് ആയതുകൊണ്ടല്ലേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പം അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെ നല്ലപോലെ പഠിക്കുവാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച്, തെറ്റ് വന്നാലും അത് ശ്രദ്ധിച്ച് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.